തമിഴ്നാടൻ കാർഷിക രീതിയുടെ ഹരിതപാഠങ്ങൾക്കിടയിൽ പലവട്ടം മറയൂർ കാന്തല്ലൂർ വഴി സഞ്ചരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഉടുമലപ്പേട്ടിൽ നിന്ന് ഹരിതഭാരതം എത്തിയത് കേരളത്തിന്റെ കിഴക്കേ അതിർത്തി പ്രദേശങ്ങളായ ഈ ഹരിതഭൂമിയിലേക്കാണ്. അഗാധമായ കിടങ്ങുകളും മാനം മുട്ടുന്ന കരിമ്പാറക്കെട്ടുകളും അതിരിടുന്ന ദുർഘടമായ പാതയിലൂടെയുള്ള യാത്ര സാഹസികം തന്നെയായിരുന്നു. അകലെയായി മലനിരകൾ, താഴ്വാരങ്ങളിൽ അടുക്കി വച്ചതുപോലെ കാണപ്പെടുന്ന വീടുകൾ. പക്ഷേ വാഹനയാത്രക്കിടയിൽ നോട്ടമൊന്ന് തെറ്റിയാൽ എല്ലാം അതോടെ കഴിയും. എങ്കിലും ആരുടെയും മനം കവരാതിരിക്കില്ല ഈ സഞ്ചാരം. ചെക്ക് പോസ്റ്റ് കടന്നാൽ പുതിയ സ്ഥലവും കാലവും ഭാഷയും സംസ്കാരവും നമ്മെ കാത്തു നിൽക്കുകയാണ്. കേരളത്തിൻ്റെതായി നാം തൊട്ടറിഞ്ഞിട്ടുള്ള ദൃശ്യചാരുതകളൊന്നുമില്ലാത്ത കേരളത്തിലെ അപൂർവം പ്രദേശങ്ങളിലൊന്നാണിത്. വിയറ്റ്നാം ഗ്രാമപ്രദേശങ്ങളുടെ ഛായയിൽ നീണ്ടു പരന്നു കിടക്കുന്ന ഈ സുന്ദരഭൂമിയിലാണ് ദൈവം തൻ്റെ മക്കൾക്കായി കൃഷിനിലം ഒരുക്കിയിട്ടുള്ളത്. ഇത് മറയൂർ. ചരിത്രത്തിലും പുരാണത്തിലും ഒരേപോലെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള അനുഗ്രഹീത സ്ഥലം. അഞ്ചുനാട് എന്നും ഈ പ്രദേശങ്ങൾക്ക് പേരുണ്ട്. കൊട്ടമുടി, കാന്തല്ലൂര്, കീഴാന്തൂര്, വട്ടവട, മറയൂര് എന്നീ 5 ഊരുകൾ ചേർന്നാണ് അഞ്ചുനാടുണ്ടായത്. ഇതിൽ കരിമ്പ് കൃഷിയിലൂടെ പ്രാധാന്യം നേടിയ സ്ഥലമാണ് മറയൂർ. മറയൂർ ശർക്കര ഇന്ന് വിപണിയിൽ ഏറെ പ്രിയമുള്ളതായി മാറിക്കഴിഞ്ഞു. മഴനിഴൽ പ്രദേശമായ മറയൂരിൽ വർഷത്തിൽ 8 മാസവും മഴ ലഭിക്കുമെന്നതാണ് പ്രധാന പ്രത്യേകത. സമുദ്രനിരപ്പിൽ നിന്ന് 5000 അടി ഉയരം. തണുപ്പുള്ള വരണ്ട കാലാവസ്ഥയാണ് മറയൂരിനുമുള്ളത്. 25 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടുത്തെ പ്രധാന കൃഷി നെല്ലായിരുന്നു. തണുത്ത കാലാവസ്ഥയും ഫലഭൂയിഷ്ടമായ മണ്ണും മഴയും നെൽകൃഷിക്ക് അനുയോജ്യ സാഹചര്യമൊരുക്കി. അന്ന് ഒരാൾക്ക് 5 രൂപയായിരുന്നു കൂലിയെന്ന് ഇന്നാട്ടുകാർ ഓർത്തു പറയുന്നു. പിൽക്കാലത്ത് നെൽകൃഷി മോശമാവുകയും നെല്ലിന്റെ സ്ഥാനം കരിമ്പ് ഏറ്റെടുക്കുകയും ചെയ്തു. ഒരു പെണ്ണുക്ക് ഒരു 5 രൂപ ശമ്പളം കൊടുക്കുകയാണെങ്കിൽ കാലത്തെ തൊട്ട് വൈകുന്നേരം വിട്ട് പണിയും നെൽകൃഷി. അപ്പോൾ അത് ഏതാണ്ട് ഒരു 10-15 വർഷം കഴിഞ്ഞ ഉടനെ പിന്നെ എല്ലാം കുറേ കരിമ്പിടാനായിട്ട് തുടങ്ങി. പണി ശമ്പളവും കൂടി. ഈ 5 രൂപയിൽ നിന്ന് 10 ആയി, 15 ആയി, 20 ആയി, 25 ആയി. 25 ആയപ്പോൾ എല്ലാവരും കൂടെ കരിമ്പ് കൃഷിയിൽ അങ്ങനെ നീങ്ങി. ഇത് പുതിയ സൂര്യോദയം. കൊഴുത്ത കരിമ്പിലകളിൽ തലേരാത്രിയുടെ മഞ്ഞിൻ കണങ്ങൾ കണ്ണുചിമ്മിയുണരുന്ന പ്രഭാതം. ഒരു ഗ്രാമം ഉണരുകയാണ്. വീടുകൾ സജീവമാകുന്നതിന്റെ സൂചനയായി ഉയരുന്ന പുകനാരുകൾ. പരന്നുകിടക്കുന്ന കരിമ്പിൻ പാടങ്ങൾ, പല പ്രായമെത്തിയ കരിമ്പിൻ ചെടികൾ, അതിനിടയിൽ പഴയകാലത്തിന്റെ അവശിഷ്ടങ്ങളായ നെൽവയലുകൾ. സാധാരണക്കാരായ കർഷകരും ഇടത്തട്ടുകാരും തോട്ടം പാട്ടത്തിനെടുക്കാൻ പുറമെ നിന്ന് വരുന്നവരും ഇന്ന് ഈ പ്രദേശത്തെ ഭരിക്കുന്നു. വളരെയധികം ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ളതാണ് കരിമ്പു കൃഷി. നിലമൊരുക്കി തൈവച്ചു കഴിഞ്ഞാൽ 1 മാസം പ്രായമെത്തുമ്പോൾ വളപ്രയോഗം നടത്തണം. കള പറിക്കുകയും വളമിടുകയും ചെയ്ത് നിലമിളക്കി പരിപാലിക്കണം. കരിമ്പ് ചണ്ടി കത്തിച്ചെടുക്കുന്ന ചാരവും ചാണകവുമാണ് പ്രധാന വളം. 3 മാസം വളർച്ചയെത്തിയാൽ വീണ്ടും മണ്ണിളക്കി കൊടുക്കണം. 9 മാസം പ്രായമായാൽ കരിമ്പ് ചെടിയുടെ ഓല ഒടിഞ്ഞു തുടങ്ങും. 1 ഏക്കറിൽ കരിമ്പ് കൃഷി ചെയ്യുന്നതിന് 25,000 രൂപയോളം ചെലവ് വരും. 1 ഏക്കർ കൃഷിയിൽ നിന്ന് 55 മുതൽ 60 ചാക്ക് വരെ ശർക്കര കിട്ടും. 12 മാസവും മറയൂരിൽ കരിമ്പ് കൃഷിക്കാർക്ക് പണിയുണ്ട്. ഓഫ് സീസണുകൾ ഉണ്ടെങ്കിൽ പോലും ഇവിടെ 12 മാസവും ഉൽപാദനം നടക്കുന്നുണ്ട്.
എന്നാൽ ഓണം പോലെയുള്ള സീസണുകളിൽ മാത്രമാണ് കർഷകർക്ക് ആശ്വാസം കിട്ടുന്ന വിധത്തിൽ ശർക്കരയ്ക്ക് വിപണി ഉയരുന്നത് എന്ന് മാത്രം. ഇപ്പോൾ എൻ്റെ കാട് തീർന്നു കഴിഞ്ഞാൽ അടുത്ത കാട് ശർക്കര അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ 12 മാസം ഇവിടെ ശർക്കര കുറ്റിക്കൊണ്ടിരിക്കും. ഈ 12 മാസം എന്ന് പറഞ്ഞാൽ ഏതായാലും ഒരു സീസണിന് മാത്രമേ ഈ വില കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഓണം സീസൺ അടുത്തു, അതുകൊണ്ട് ഈ 700 രൂപ വിലയുണ്ട്. അതേ നേരത്ത് ഈ ഓണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്മാർ 500 പറഞ്ഞാൽ അത് കൊടുത്തേ പറ്റുള്ളൂ.